മോനെ? തല്ലിയതാ കുറെ പേര്. ആരൊക്കെയാണ് നിന്റെ ദേഹത്ത് കൈവച്ചത്? പറയാൻ വേണ്ടച്ച, തെറ്റ് എന്റേതാ. അതിനുള്ള ശിക്ഷയാ. അച്ഛൻ എന്നോടൊന്നും ചോദിക്കരുത് ഒരിക്കലും, പ്ലീസ്. ഒക്കെ മറക്കണം എനിക്ക്. ആരെയാ കാണിച്ചത്? വേദനയുണ്ടോ? സാരമില്ല, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വേണ്ട, അമ്മ ഇപ്പൊ എന്നെ ഇങ്ങനെ കാണണ്ട. അമ്മയോടൊന്നും പറയുകയും ചെയ്യരുത് അച്ഛൻ. പറയോ? അച്ഛാ, ഇതൊക്കെ ശരിയായിട്ട് പഠിപ്പത്ത് ഞാൻ തിരിച്ചു വരിക. അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയൂ അമ്മയോട്. എന്താ മോനെ ഇത്? അമ്മയെ നിനക്ക് അറിഞ്ഞൂടെ? നിന്റെ ഇഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്മയ്ക്കും അച്ഛനും പഠിക്കാൻ മോൻ ആഗ്രഹിച്ചതല്ലേ? പഠിച്ചോ, ഒക്കെ ഭേദമാകും. എന്നാലും എന്റെ മോനെ ഇങ്ങനെ തല്ലിയവന്മാരെ. വേണ്ട അച്ഛാ, അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ട. നിക്കവിടെ, നിക്കവിടെ. ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലി ചതച്ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോകുന്നായി അല്ലേ? അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ. വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നെന്ന് നീയല്ലേ? നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിയതും നീയല്ലേ? ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണമെന്ന് അവൻ പറഞ്ഞല്ലേ നിന്നോട്? എന്റെ അന്നൊന്നും മിണ്ടിയില്ല. കത്ത് കൊണ്ടെത്തന്ന് ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ വാ തുറന്ന് പറയണമായിരുന്നു. കുറെ ചേട്ടന്മാർ ഇവർക്കൊരു ഗുണ്ടകളുണ്ടെന്ന് കരുതി പട്ടിയെ തല്ലുന്നോട് തല്ലിക്ക. സുധിയുടെ അച്ഛൻ. എന്റെ മോന്റെ ദേഹത്ത് തൊട്ട് പറയടാ. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, പറയടാ. അയ്യോ, ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. എന്നിട്ട് കൊല്ലും ചേരാന്മാരെ. നിങ്ങൾക്ക് അറിയാടാ, അറിയാം. എന്നാലും എന്റെ പൊന്നുമോനെ തല്ലിച്ചതയ്ക്കുന്നത് നോക്കി നിന്നല്ലോടാ നിങ്ങള് കൂട്ടുകാര്. കേട്ടല്ലോ എല്ലാം. ആ മനുഷ്യന്റെ ഒറ്റ മോനാ. തല്ലിയതാരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ 3 ചേട്ടന്മാരെ അരിഞ്ഞു നുറുക്കുമാച്ചൻ. അതിനുള്ള കഴിവുണ്ട്, തന്റെ ഇടവുണ്ട്. പൊയ്ക്കോ, ഒരു സുഖമായിട്ട് പഠിച്ചോ. വഴിയിലൊരു ശല്യമായി ഇനി ഒരിക്കലും ഞങ്ങളുടെ സ്തുതി വരില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ തല്ലിയതാരാണെന്ന് അച്ഛനോട് പറയില്ലെന്നും പറഞ്ഞവൻ കെഞ്ചിയത്. ആ അച്ഛനോട് പറയാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്, ഒരിക്കലും തീരാത്ത സങ്കടം. വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. കേൾക്കണം പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒക്കെ മറന്നതാ ഞാൻ. ഇനി ഒന്നും ഓർക്കാൻ ആഗ്രഹമില്ല, ഓർക്കുകയില്ല. എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്താ പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആ എഴുത്ത് ഇച്ചായന്റെ കൊടുത്തതല്ല, ഇച്ചായൻ എങ്ങനെയോ കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരുതിയില്ല. ഐ എം സോറി എന്നൊക്കെ പറയാനല്ലേ? അല്ല, പിന്നെ എനിക്ക് സുധിയെ ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാ ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. സത്യമാ ഞാൻ പറഞ്ഞേ. എനിക്കിഷ്ടമാ സുധിയെ.
എന്നാ എന്നെ കൊണ്ടുപോകാവോ നിന്റെ ഇച്ചായമാരുടെ അടുത്തേക്ക്? എന്നിട്ട് ഉറക്കെ പറയാമോ അവരോട് എന്നെ ഇഷ്ടമാണെന്ന്? പറയാമോ? അങ്ങനെയൊക്കെ പറയാൻ എനിക്കാവില്ലെന്ന് തോന്നുന്നേ. എന്നാ അധികം സംസാരിക്കാതെ ഇറങ്ങി പോവന്റെ മുമ്പിൽ നിന്ന്. മനസ്സിൽ കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സുധി തന്ന ഈ വീട്ടിലെ അഡ്രസ് ഞാൻ മറന്നില്ലല്ലോ. യെസ് അല്ലെങ്കിൽ നോ എന്ന് എഴുതേണ്ടി വരും എന്നേ അപ്പൊ തോന്നിയുള്ളൂ. ഇതുപോലെ വരേണ്ടി വരുമെന്ന് കരുതിയേയില്ല. ഞങ്ങളുടെ രീതി വേറെ, സുധിയുടെ രീതി വേറെ. ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടാ, അറിയാം. എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അല്പനാളുകൾ കഴിയുമ്പോ എല്ലാവരും സന്തോഷമായിരിക്കുന്ന നേരത്ത് മെല്ലെ ഇച്ചായമാരോട് പറയണമെന്ന് കരുതി. ആദ്യമൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും ഒടുവിൽ അവര് സമ്മതിക്കും. എന്റെ വിശ്വാസം അത്. അല്ലാതെ സുധി പറഞ്ഞതുപോലെ വലിച്ചോണ്ടുപോയി ഉറക്കെ പറയാനൊന്നും എനിക്കാവില്ല. സുധിക്ക് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. പോട്ടെ, പോവാ. എന്തിനാ അവളിവിടെ വന്നത്? എടാ, എന്തിനാ അവളിവിടെ വന്നതെന്ന്? പുതിയ എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടാണോ വന്നത്? അല്ല, പിന്നെ പറയടാ. അവക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞോ അവള്? പറഞ്ഞു. ഒരു വട്ടമല്ല, പലവട്ടം പറഞ്ഞു. കരഞ്ഞോണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? ഞാനെന്ത് പറയാൻ? നിങ്ങളല്ലേ എന്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിച്ചത്, അവളെ കാണരുത്, ഓർക്കരുത്, ഇഷ്ടപ്പെടരുത് എന്നൊക്കെ. ആ വാക്ക് ഞാൻ പാലിച്ചു. അവൾ പോയി. പറഞ്ഞത് നേരാണോ? എന്ത്? അവനെ ഇഷ്ടമാണെന്ന്. നേരാ. എങ്കിലാ ഇഷ്ടമൊന്ന് കാണിക്കാൻ പറ്റുമോ? എങ്ങനെ? ഈ ബൈക്കിന്റെ പിറകിലോട്ടൊന്ന് കേറ്. എന്തിനാ? അവന്റെ മുമ്പിലോട്ട് ഇട്ടു കൊടുക്കാൻ, എന്നിട്ട് പറയാൻ ദേനടാ നിന്റെ പെണ്ണെന്ന്. കേറ്. പലവട്ടം കരഞ്ഞോണ്ട് പറഞ്ഞു എന്നൊക്കെ അവൻ പറഞ്ഞു. അത്രത്തോളൊന്നും വേണ്ട. ഒരിക്കൽ കൂടെ, ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാ, ഒരിക്കൽ കൂടെ ഒന്ന് പറയാവോ? ഇഷ്ടമാണോ ഞങ്ങളുടെ സുധിയെ? ഇഷ്ടവാ. ദേനടാ നിന്റെ പെണ്ണ്. ഈ മിനി പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ വാക്കും വാക്കിനോടൊപ്പം വാങ്ങിയ മണ്ണാങ്കട്ടയും കാറ്റിപ്പറത്തിരിക്കുന്നു. ഇനി നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കുകയോ തുടങ്ങുകയോ ചെയ്യാം. വല്ലതൊക്കെ പറയടാ. സ്നേഹവും ഇഷ്ടമൊക്കെ മനസ്സിൽ നിന്നുണ്ടാവണം. സത്യസന്ധമായിരിക്കണം. എന്നും നിലനിൽക്കുന്നതായിരിക്കണം. വെറുതെ പറഞ്ഞ് പറ്റിക്കരുത്. സുധിക്ക് നന്നായിട്ട് അറിയാലോ എന്നെ. പറ, സുധി തന്നെ പറ. ഞാൻ പറ്റിക്കോ സുധിയെ? പറ. ഒരിക്കലും. ഞങ്ങള് പോണോ? പോണെങ്കി പോകാം. നിക്കണേ നിക്കാം. പോണോ? നിക്കണോ? പോണോ? എന്തെങ്കിലും ഒന്ന് പറ എന്റെ സുധി. മിനി പറയട്ടെ. ഞാനെന്ത് പറയാൻ? ഞാനെന്ത് പറയാൻ? ഇത് എന്ത് റൊമാൻസ്? നീ ധൃതി കൂട്ടല്ലേ. അതൊക്കെ പതുക്കെ വരും, അല്ലേ? ശരിയാ, പതുക്കെ വന്നോളൂ. തലമ്പട് തലമ്പട്. സ്വപ്നമാണോ സത്യമാണോ നടക്കുന്നതെന്ന് വേർതിരിച്ചറിയാൻ പറ്റണില്ല. അതെന്താ? ആ, എന്തോ പോലെ. പോകാൻ നേരമായി സുധി, ഞാൻ പൊക്കോട്ടെ. ഇനി ദിവസവും കാണുമോ? എവിടെ വെച്ച്? സുധി പറയുന്നിടത്ത് വെച്ച്.
നദിയുടെ വടക്കേ അറ്റത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് കാണാം. അത് ഏത് സ്ഥലമാടാ സുധി? നമ്മളെ പഴയ വള്ളം കിടക്കുന്ന സ്ഥലമാണാ? ഷോ അതെ അതെ, അവിടെ തന്നെ. ഇങ്ങ് പോരെ. ആ അത് മതി, അവിടെ ആകുമ്പോ സേഫാ. നമുക്ക് അവിടെ വെച്ച് കണ്ടാ മതി. നമുക്ക് കാണണ്ട, ഞങ്ങൾ തമ്മിൽ കണ്ടോളാം. എന്ത് ഞങ്ങളും നിങ്ങളും? ദേ മിനിക്ക് പോവാൻ നേരമായി. ബസ് സ്റ്റോപ്പ് വരെ ആരാ കൊണ്ടുവിടുക? ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ തന്നെ തിരിച്ചു കൊണ്ട് വിട്ടോളാം. അതുപോലെ പൊനാങ്കി പോയി പറഞ്ഞാ മതി. ഇങ്ങോട്ട് നീ കൊണ്ടുവന്നു, ഇനി എന്ത് ചാൻസ്? ചാൻസോ? എന്ത് ആ. ചാൻസ്? മിനി പപ്പുവ മിനി വരൂ. ഇത്ര ആധികാരികമായിട്ട് വിളിക്കാൻ നിന്റെ ആരാ ഇവള്? എന്റെ പെങ്ങളാ. എന്താടാ പെങ്ങളെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, ഇതാരാടാ നിന്റെ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? എടി നേരാണോ ഒന്ന്? ഇനിയിപ്പൊ എന്റെ പെണ്ണിനെ ആരും പിടിച്ചു പറിക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം. വാ. ഇതിനാണോടാ മക്കളെ പോലെ കരുതി ഞാൻ നിന്നെയൊക്കെ ഇവിടെ താമസിപ്പിച്ചത്? ഈ സുധി ഒരു കഷ്ടകാലം പിടിച്ചവനാ, എവിടെ ചെന്നാലും ഉടക്ക. പറയടാ, എങ്ങനെ തോന്നിയിടാ നിനക്കൊക്കെ എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ പറയണ്ട. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ. അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം. അങ്കിള് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. How do you do? I am retired Colonel R.C. Nair. All the best wishes to you. ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടണം, നേരം പോയി. Oh yes, carry on. Please. They are in love. They are going to marry also. ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ്. അവരിപ്പോ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? അതൊന്നും സാരില്ലെങ്കിൽ. ദേ നോക്കിയേ, നല്ല ചേർച്ചയാ. They are lovebirds. They are going to fly. ഇവിടം വരെ മതി. ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോയിക്കോ. റോഡിലിറങ്ങിയാൽ ചിലപ്പോ പോലീസ് ജീപ്പ് വന്നെന്നിരിക്കും. നിക്ക്, ഞാൻ അയച്ചു തരാം. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോട്ടെ. എപ്പോ? എപ്പോ എവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല. തോന്നുമ്പോ കണ്ടോട്ടെ. അയ്യോ ദേ ബസ്. മാല ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം. ഇതെല്ലാം ഉള്ള പീറ ഇച്ചേമര അറിഞ്ഞാലുണ്ടല്ലോ, ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി, നമ്മുടെ മിനി നമ്മുടെ കൂടെ നിൽക്കുന്നു ഉറപ്പുവരുത്തണം. നമ്മുടെ മിനി നമ്മോടൊപ്പം അല്ല, അവന്റെ മിനി അവനോടൊപ്പം. നമ്മൾ ഒരു കാര്യം പറയുമ്പോ നീ പറഞ്ഞോ. അപ്പൊ മിനി കൂടെ നിൽക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം, തെളിയിക്കപ്പെടണം. അതിന്ന് രാത്രി തെളിയിക്കാം. എങ്ങനെ? ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും. തുറന്ന് എന്നോട് 1 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും. എന്ത്? ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്ന അത്ര ശക്തമായ ദൃഢമാക്കല് വേണ? അയ്യോന്റെ ഇടി. അത് സാരമില്ലടാ. താരമില്ലേ, രണ്ടും കൂടി അങ്ങോട്ട് പോയാ മതി. ഞാനില്ല. നീയും വരും. ഇതിനു വേണ്ടി ചാകാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞവനാ നീ. എടാ രാധു വിടക്ക് ടീമാണ്. സാഹസികതക്കൊരു അതിരുണ്ട്. അതിരില്ല. അയ്യോ എന്തായി കാണിച്ചേ? കാണണം തോന്നി, കണ്ടു. ശല്യായോ? ഇല്ല, എന്നാലും ഇനി ഇങ്ങനെ വേണ്ട കേട്ടോ. കുറച്ചുനാൾ വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ. വെച്ചോളൂ. പോട്ടെ. ഒറ്റയ്ക്ക് വന്നേ? അല്ല, ദേ
മറ്റവന്മാരും ഉണ്ട്. ഞാൻ ഇറങ്ങി വരണോ? ഇറങ്ങി വരാൻ ഞാൻ പറയില്ല, പക്ഷെ വന്നാ അവരുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാമായിരുന്നു. ഞാൻ വരാം, എന്നിട്ട് ഉടനെ ഇങ്ങ് കയറൂട്ടോ. അവരെന്താ പിന്നെയും കോർത്ത് കോർത്ത് നിൽക്കുന്നേ? ആ ഈയോന്റെ ഇടിയും വാങ്ങിയിട്ടേ വരളുന്നാ തോന്നണം. അയ്യോ, പേടിച്ചുപോയി. തെളിഞ്ഞോടാ, അടിവരയിട്ട് ഉറപ്പിക്കാവോ? ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് തെളിയിക്കാൻ, എന്തുറപ്പിക്കാൻ? കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു. ഇനി ഇങ്ങനെ വേണ്ടാട്ടോ. വന്നതിൽ സന്തോഷം. നാളെയും കാണണം. അയ്യോ, ഇവിടെ വെച്ച് വേണ്ട. വേണ്ട, നാളെ നദിയുടെ വടക്കേറ്റത്ത് ഞാൻ കാത്തിരിക്കും. വരൂ. വരാം. പോയി കിടന്നോളൂ, ഞാൻ പോയേക്കാം. നിക്ക് നിക്ക്, ഞാൻ കയറിട്ട് പോയാ മതി.